ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിൻലാൻഡിലെ ബോഡം ലേക്ക് എന്ന് പറയുന്ന ലേക്കിൻ്റെ അവിടെ ക്യാമ്പ് ചെയ്യാൻ പോയ 4 ടീനേജേഴ്സിനെ കുറിച്ചാണ്. അവരന്ന് അവിടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ആളുകൾ ലേക്കിൻ്റെ അവിടെ ബോട്ടിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ദിവസമായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം അവർ രാത്രി ക്യാമ്പ് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു വിസിറ്റർ അങ്ങോട്ട് എത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ നടന്നത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു. ആ ഒരു സ്റ്റോറി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 4, 1960. മൈല എന്ന് പറയുന്ന 15 വയസ്സുകാരിയും അവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള 18 വയസ്സുള്ള നീൽസും അവരുടെ ബൈക്ക് എടുത്തുകയായിട്ട് നേരെ തന്നെ ആ ഒരു ലേക്കിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അന്നത്തെ നൈറ്റ് അവിടെ ക്യാമ്പ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ്. അതിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ക്യാമ്പ് സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. അങ്ങനെയാണ് ക്യാമ്പ് ചെയ്യാം, അന്നത്തെ രാത്രി എൻജോയ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിൽ അവരങ്ങോട്ട് എത്തുന്നത്. അവരെ കൂടാതെ വേറെ 2 ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് എത്താമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അതാരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീൽസിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സെപ്പോയും ആളുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ആൻജോ ആയിരുന്നു. ഇവരവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നേരെ നീൽസിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സെപ്പോ അങ്ങോട്ട് എത്തുകയാണ്. ആൻജോ ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ബൈക്കിൽ വന്ന് നേരെ തന്നെ ബൈക്കൊക്കെ സ്കിഡ് ചെയ്ത് വണ്ടി നിർത്തി. എന്നിട്ട് അവർ ആ ഒരു ബൈക്കിൽ നിന്ന് ഇറങ്ങി അവർ ആ ഒരു ലൈക്ക് സൈഡിലോട്ട് ഇങ്ങനെ നടന്നു തുടങ്ങുകയായിരുന്നു. ഇവർ 4 പേരും കൂടെ ആ ഒരു ലൈക്കിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോൾ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. അതായത് കുറച്ച് പേര് അവിടെ ഫിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് പേര് അവിടെ നീന്തുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് അതിൻ്റെ എന്താ പറയുക തീരത്തിരുന്നിങ്ങേറ്റ് ആ ഒരു ടൈമും സ്പേസും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ മൈലയുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസങ്ങളിൽ വരാനിരുന്നിരുന്നത്. 16ാമത്തെ ബർത്ത്ഡേ. ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു ആളുടെ ബോയ് ഫ്രണ്ടും അങ്ങോട്ട് എത്തിയതും. അതേപോലെ തന്നെ ബോയ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെയും അതേപോലെ തന്നെ ആളുടെ ഗേൾ ഫ്രണ്ടിനെയും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും. അധികം ക്രൗഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു മൈലക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഈ ബൈക്ക് കൊണ്ടൊന്നും കയറ്റി സ്കിഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല സെപ്പോ. അപ്പോൾ മൈൽ അത് കണ്ട് കയറ്റി ചിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്താ പറയുക നമ്മുടെ നീൽസ് മൈലനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു നീൽസിൻ്റെ ബൈക്കിനെക്കാട്ടിലും നല്ലത് തൻ്റെ ബൈക്കാണെന്ന് ഒരു കോമഡി രൂപേണ സെപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മൈല ആ ഒരു കമൻറ്റിന് ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മൈലൊക്കെ എന്തോ പോലെ തോന്നി. കാരണം തൻ്റെ ബോയ് ഫ്രണ്ട് ഇനിയിപ്പോൾ താൻ ബോയ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതാണോ എന്ന് ചിന്തിക്കുമോ എന്ന് വിചാരിച്ചെങ്കിൽ നേരെ ബോയ് ഫ്രണ്ടിൻ്റെ മുഖത്തോട്ട് നോക്കുന്ന സമയത്ത് ആളുടെ മുഖം ചെറുതായിട്ട് അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പെൺകുട്ടി നേരെ ചെന്ന് ആളുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം നോക്കുന്ന സമയത്ത് പിന്നെ ഫേസിൽ ആ വക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ തൻ്റെ തലയിലുണ്ടായ തോന്നലുകളായിരിക്കും എന്നുള്ളൊരു തോട്ടിലായിരുന്നു പിന്നീട് അവരുടെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ചെറിയ കടയിലോട്ട് അവരിങ്ങനെ നടന്ന് ചെല്ലുകയായിരുന്നു. ആ ഒരു കടയിൽ ഇത്തിരി പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ കണ്ടപ്പോൾ ആ ഒരു സ്ത്രീ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കയറ്റി ഹലോ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വേണം എന്നുള്ളത് മൈല പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്ത്രീ തിരിഞ്ഞിട്ട് വളരെ ദേഷ്യത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഒരു രീതിയിലായിരുന്നു അവർ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതായത് വളരെ റഫായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ആ ഒരു ചെറിയ കടയിലത്തെ സ്ത്രീയുടെ അടുത്ത് നിന്നും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഇവരും ചെറുതായിട്ടൊന്ന് ഇതാവുകയാണ്. അതിനുശേഷം പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ബിയറും അതേപോലെ തന്നെ കുറച്ച് സോഡയും കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ ബിയറും സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി ആ ഒരു ടേബിളിൽ ഇങ്ങനെ സ്ലാം ചെയ്ത് വെക്കുകയായിരുന്നു. അതിനുശേഷം ബില്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നീൽസ് ആണെന്നുണ്ടെങ്കിൽ ബില്ലൊക്കെ കൊടുത്തു. അതിനുശേഷം ഇവരെല്ലാം കൂടെ ഇത് ക്യാരി ചെയ്ത് കയറ്റി ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ തിരിച്ച് നടന്നു തുടങ്ങുമ്പോഴാണ് ആ ഒരു സ്ത്രീ സൗണ്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവരുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. അല്ല എന്താണ് നിങ്ങളുടെ പ്ലാൻ, ഇന്നിവിടെ ക്യാമ്പ് ചെയ്യാനാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഇവർ 4 പേരും പറഞ്ഞു അതെ ഞങ്ങൾ കുറച്ച് മാറിയിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ അന്ന് ക്യാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരു ശ്രമിക്കുകയായിരുന്നു. അതായത് നേരത്തെ അവരുടെ റൂഡായിട്ടുള്ളൊരു ബിഹേവിയറിന് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവരൊന്ന് എന്താ പറയുക അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ മുഖവും കാര്യങ്ങളൊക്കെ മാറുകയാണ്. ഇവിടെ ഒന്നും ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലായി അവരുടെ ആറ്റിറ്റ്യൂഡ്. അതിനോടകം തന്നെ ഈ 2 പെൺകുട്ടികളിൽ ഒരാൾ നേരെ അവരുടെ വീട് ഇതിനോട് ചേർന്ന് തന്നെയാണ്. അതായത് ആ ഒരു ചെറിയ കടലിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ വീടുണ്ടായിരുന്നത്. ആ ഒരു വീടിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കുറേ ബിയർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മൈല ചിന്തിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര പേരുത്ത് മദ്യവും കാര്യങ്ങളൊക്കെ കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ഇത്രത്തോളം അപ്സെറ്റ് ആയിട്ട് ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കണ്ട, നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് വിടാം എന്നുള്ളൊരു മൈൻഡിൽ ഇവരെല്ലാവരും കൂടെ ആ ഒരു പെട്ടിക്കടയുടെ അവിടെ നിന്ന് മാറിപ്പോവായിരുന്നു.
അങ്ങനെ അവർ കുറച്ച് ദൂരം നടന്നു. അപ്പോഴും ഈ ഒരു സ്ത്രീ ബാക്കിൽ നിന്ന് ഇങ്ങനെ അലറി വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയുള്ള കുറേ പിള്ളേർ വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ സമാധാനം കെടുത്താണ്. ഇപ്പോൾ നിങ്ങളിനി പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് ദൂരെ പോയി ക്യാമ്പ് ചെയ്യും, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റാൻ പാടില്ല, അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സൗണ്ട് പോലും കേൾക്കാൻ പാടില്ല, എവിടേക്കാന്ന് വെച്ചാൽ നിങ്ങൾ പൊക്കോ എന്നുള്ളൊരു രീതിയിൽ അവരവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഈ മൈലക്ക് അവരുടെ അടുത്ത് അവർ എന്താ പറയുക, ഈ പിള്ളേരെ ഡിസ്റെസ്പെക്ട് ചെയ്തതിൻ്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നിയെന്നുണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ള 3 പേരും അവർ തള്ളക്ക് ഭ്രാന്താണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അവിടെ ചിരിച്ച് കളിച്ചിങ്ങേറ്റ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് അവരുടെ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മാറി, അതായത് വലിയ ദൂരമൊന്നുമില്ല, അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും ബൈക്ക് ഒരു മരത്തിൻ്റെ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം അവിടെ ഒരു ചെറിയ ക്ലിയറിംഗ് ഉണ്ട്. ആ ഒരു ക്ലിയറിങ്ങിൻ്റെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിടലിനായിട്ട് ആ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നല്ലൊരു സ്പോട്ടായിരുന്നു, നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ടായിരുന്നു അത്. അവിടെ അവരവരുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം അവർ ബിയറും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നീട് അവർ പുഴയിൽ പോയിട്ട് നീന്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു 4 പേരും ഓരോന്നോരോന്ന് കഥയൊക്കെ പറഞ്ഞു അവിടെ പോയിരുന്നു. അവരുടേതായിട്ടുള്ള ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നീന്തി കുളിച്ചു. എന്നിട്ട് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യായിരുന്നു. സമയത്തൊക്കെ ആയപ്പോഴത്തേനും ആ ഒരു സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ മറന്നിട്ടുണ്ടായിരുന്നു. ഇവരുടേതായിട്ടുള്ള ലോകത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു മൈലയുടെയും നീൽസിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ റിലേഷൻഷിപ്പിലായിട്ട് അധികം ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഈ നീൽസിനാണെന്നുണ്ടെങ്കിലും മൈലയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മൈല നോക്കുന്ന സമയത്ത് തനിക്കൊരാളോട് ഇഷ്ടം തോന്നിയതുപോലെ തന്നെ ആൾക്ക് തൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ 16ാമത്തെ ബർത്ത്ഡേ ഈ ഒരു സമയത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നതിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ച് അവരിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു നീൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിരുന്നു അവരുടെ ആ ഒരു ഏരിയയിൽ. അതായത് എപ്പോഴും നല്ലൊരു ലെതർ ജാക്കറ്റൊക്കെ ഇട്ട് നല്ലൊരു കിടിലൻ ഷൂ ഒക്കെ ഇട്ട് ബൈക്കിൽ ഇങ്ങനെ ചെത്തി നടക്കുന്ന ഒരു പയ്യനായിരുന്നു. അപ്പോൾ ആ ഒരു ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇമ്പ്രഷനൊക്കെ ഉണ്ടായിരുന്നു ഈ പയ്യന്. അങ്ങനെ അവർ കഥ പറഞ്ഞു, നീന്തിയും ബിയർ അടിച്ചും അവരുടെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോഴത്തേനും സൺസെറ്റിനുള്ള ടൈമായി. പിന്നെ ഫിൻലൻഡിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അവിടെ സൺ പൂർണ്ണമായിട്ടും സെറ്റ് ചെയ്യില്ല. അതായത് ആ ഒരു സമയത്തെ വൈറ്റ് നൈറ്റ് സ്കൈ എന്നൊക്കെയാണ് പറയുക. യെസ്, രാത്രി സമയങ്ങളിലും അവിടെ ആകാശത്ത് നൈസായിട്ടുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഈ മൈലയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജേണലിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസത്തെക്കുറിച്ച്. അത്രത്തോളം നല്ലൊരു സ്പേസിൽ തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ തൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതിൽ അവർ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. അങ്ങനെ അവരുടെ ചില്ലിങ്ങും കുളിയും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ അവർ ടെൻറ്റിൻ്റെ അടുത്തോട്ട് വന്നു. എന്നിട്ട് അവർ ടെൻറ്റിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഉറങ്ങി. എന്നാൽ നല്ല രാത്രി ആ ഒരു സമയത്ത് മൈല എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് എഴുന്നേക്കാണ്. എന്തൊക്കെയോ കിടന്ന് ഇളകുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലുമൊക്കെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, എന്താണ് പരിപാടി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ടെൻറ്റ് തുറന്ന് പുറത്തിറങ്ങാനായിട്ട് ഇവരിങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ടെൻറ്റ് ഇങ്ങനെ തുറന്ന് പുറത്തിറങ്ങിയ ടൈമിൽ പെട്ടെന്ന് തന്നെ ഒരു ഷെയ്ഡ്, അതായത് ഒരു ഷാഡോ ഒന്ന് ഇവരെ മറക്കായിരുന്നു. അതായത് ആ ഒരു ടെൻറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്തോ ഒരു സാധനം പെട്ടെന്ന് തന്നെ ഫ്രണ്ടിൽ വന്ന് നിന്നു. അതിനുശേഷം അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പെട്ടെന്നുള്ള നോട്ടത്തിൽ ചുവന്ന കണ്ണുള്ള എന്തോ ഒരു രൂപം പോലെയായിരുന്നു മൈലക്ക് അതിനെ തോന്നിയത്. അതിനുശേഷം അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ ആ ടെൻറ്റ് പൊളിഞ്ഞ് അവരുടെ മേത്തോട്ട് വീഴുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ഏകദേശം ഒരു 6 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. 2 പയ്യന്മാർ ആ ഒരു ലേക്കിൻ്റെ കുറച്ച്, അതായത് ഇവർ ക്യാമ്പ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് കുറേ മാറിയിട്ട് ചൂണ്ടിടായിരുന്നു. അപ്പോൾ അവർ ഇടക്കങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് രാവിലെ നേരം വെളുത്ത് വരുന്നുണ്ടായിരുന്നല്ലോ, അവരിങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു ബ്ലൗണ്ട് ഹെയർ ഉള്ള ഒരാൾ ആ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് ആൾ ഓടി പോകുന്നുണ്ട്. ഈ പയ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇയാൾക്ക് എന്തോ ഭ്രാന്താണോ എന്നുള്ളൊരു തോട്ടിൽ അവർ പിന്നെ അത് വലിയ കാര്യമാക്കിയില്ല. ആളങ്ങോട്ട് ഓടിപ്പോയി. പിന്നെ കുറച്ച് സമയം കഴിയും തോറും കുറച്ച് ആളുകൾ ഇങ്ങനെ ലേക്കിലോട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ എന്താ പറയുക, കുറച്ച് ആൾക്കാർ നീന്താൻ തുടങ്ങി, കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാൻ തുടങ്ങി, കുറച്ച് ആൾക്കാർ ആ ഒരു ലേക്കിൻ്റെ സൈഡിലിരിക്കാൻ തുടങ്ങി. ആ ഒരു ടൈമിലാണ് ഒരു അച്ഛനും 2 പിള്ളേരും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർ ഇതേപോലെ തന്നെ ആ ഒരു ലേക്കിൻ്റെ അവിടെ നീന്താനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നേരെ തന്നെ അവർ ആ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ അങ്ങോട്ട് പോവാണ്. അതിലൂടെ പോയിട്ട് ആ ഒരു ഭാഗത്ത് പോയിട്ട് നീന്താന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ ഒരു 3 പേരും നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഈ 2 പയ്യന്മാരുടെ ബൈക്ക് വെച്ചിരിക്കുന്നത് കണ്ടു. അതിനുശേഷം നോക്കിയപ്പോൾ ആ ഒരു ക്യാമ്പ് സൈറ്റ് കണ്ടു.
ആ ക്യാമ്പ് സൈറ്റ് കണ്ടപ്പോൾ തന്നെ ഈ അച്ഛന് മനസ്സിലായി അവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത്. കാരണം ഒരു റെഗുലർ ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റ് ആയിരുന്നില്ല അത്. അപ്പോൾ ആളുടെ കുട്ടികളോട് ആൾ അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ആൾ നേരെ തന്നെ അങ്ങോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ അതിഭീകരമായ ഒരു കാഴ്ചയായിരുന്നു ആൾ കണ്ടത്. നേരെ തന്നെ ആൾ പിന്തിരിഞ്ഞോടി തൻ്റെ കുട്ടികളെയും വിളിച്ച് തൊട്ടടുത്തുള്ള ഒരു ഫോണിൻ്റെ അടുത്തോട്ട് ഓടുകയാണ്. അതിനുശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ പോലീസുകാർ അങ്ങോട്ട് എത്തുകയാണ്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സെക്യൂർ ചെയ്യുകയും ചെയ്തു. ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ആരംഭിക്കുകയും ചെയ്തു. വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ക്രൈം സീനായിരുന്നു അത്. ഈ ആൻജയും സെപ്പോയും ടെൻറ്റിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ടെൻറ്റിൻ്റെ മുകളിലുള്ള ഒരു ഫാബ്രിക്കിലൂടെയായിരുന്നു ഇവരെ രണ്ടുപേരെയും കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മൈലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ടെൻറ്റിൻ്റെ പുറത്തായിരുന്നു. ഏറ്റവും വയലൻ്റ് ആയിട്ട് ആ ഒരു കില്ലർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പെൺകുട്ടിയായിരുന്നു. 15ഓളം തവണയായിരുന്നു ആ ഒരു പെൺകുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നീൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ മുഖമൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ രീതിയിൽ എന്താ പറയുക, അത്രത്തോളം വികൃതമായിട്ടുണ്ടായിരുന്നു. അതേപോലെ മുഖത്തും ദേഹത്തും ഒക്കെ നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ആ ഒരു 4 ടീനേജേഴ്സും ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള രീതിയിൽ മരിച്ചു കിടക്കുന്ന ആ ഒരു ക്രൈം സീൻ കണ്ട പോലീസുകാർ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ച് പോവാണ്. അങ്ങനെ അവരിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓഫീസർ എന്തോ ഒരു സൗണ്ട് കേട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ശ്വാസം വലിക്കുന്ന പോലുള്ളൊരു സൗണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആൾ നോക്കുമ്പോൾ ഈ നീൽസ് കണ്ണുറക്കാണ്. എന്നിട്ട് ആൾ ശ്വാസം വലിച്ചു. അപ്പോൾ ഓൾറെഡി 4 പിള്ളേർ മരിച്ചു എന്നായിരുന്നു ഓഫീസേഴ്സ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പയ്യൻ കണ്ണു തുറന്നപ്പോൾ ഈ പയ്യൻ മരിച്ചിട്ടില്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ഒരു സെക്കൻഡ് ആൾ പകച്ചു പോയി എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആൾ മെഡിക്സിനെ വിളിക്കുകയാണ്. അതിനുശേഷം നീൽസിനെ നേരെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആളുടെ മുഖത്തിനുള്ള ഒരുപാട് എല്ലുകളും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. തലയോട്ടിക്ക് പൊട്ടലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദേഹത്തും ഒരുപാടധികം ഒടിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ റിക്കവർ ചെയ്യാൻ തന്നെ ഒരുപാടധികം സമയമെടുത്തു. ഒരുപാട് സമയത്തിന് ശേഷമാണ് ആൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നതും അതിനുശേഷം പോലീസിൻ്റെ അടുത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആൾക്ക് ഓർമ്മയുള്ളത് പറയുന്നതും. അതിനിടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു കാട് മുഴുവൻ സെർച്ച് ചെയ്യാനായിട്ട് പോലീസ് മിലിറ്ററിയുടെ സഹായം തേടുകയാണ്. അങ്ങനെ മിലിറ്ററിയിലെ കുറച്ച് ഉദ്യോഗസ്ഥർ വന്നിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കായിരുന്നു. അപ്പോഴാണ് ആ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ട് അവർക്ക് നീൽസിൻ്റെ ഷൂ കിട്ടുന്നത്. ആ ഒരു ഷൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കില്ലർ ഇതേപോലെ തന്നെ ആ ഒരു ഷൂ ഇട്ടിട്ട് ഇവരെ കൊലപ്പെടുത്തിയതിന് ശേഷം ആ ഒരു കാടിൻ്റെ അകത്തോട്ട് 500 മീറ്ററോളം നടന്ന് നീങ്ങിയിട്ട് അവിടെ ആ ഒരു ഷൂ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളൊരു അസംഷനിലോട്ടാണ് ആ ഒരു ഷൂ കണ്ടെത്തിയപ്പോൾ പോലീസുകാർ കരുതിയത്. പിന്നെ പോലീസുകാർ ഈ ഒരു ക്രൈം സീനും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു റോബറിക്ക് വേണ്ടിയിട്ട് ഇത് നടന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നടന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. എന്നാലും ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള വേറൊരു രീതിയിലുള്ള ഒരു ക്രൈം സീൻ തന്നെയായിരുന്നു. അതായത് ആ ഒരു ക്രൈം സീനിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നീൽസ് സ്ഥിരമായിട്ട് ധരിച്ചിരുന്ന ആ ഒരു ലെതർ ജാക്കറ്റ് മോഷണം പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പയ്യന്മാരുടെ ബൈക്കിൻ്റെ കീ മോഷണം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബൈക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ ജാക്കറ്റിൻ്റെയും അതേപോലെ തന്നെ ഷൂവിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നീൽസിന് ഇമോഷണലി അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ സംഭവം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കള്ളന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അത് അത്രത്തോളം വേർത്തല്ലല്ലോ. അതായത് 4 പേരെ കൊന്നിങ്ങേറ്റ് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും തന്നെ അവിടെ നിന്ന് മോഷണമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് മല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിരുന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. വിലപിടിപ്പുള്ളൊന്നും തന്നെ അവിടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രൈം സീനിൽ തന്നെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ പോലീസിന് ഉണ്ടാവുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീൽസിന് ബോധം വരണം. അങ്ങനെ പോലീസുകാർ വെയിറ്റ് ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ പയ്യനെ സംസാരിക്കാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. എന്നിട്ട് ആ ഒരു പയ്യനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോഴാണ് പോലീസിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അന്നത്തെ ദിവസം നടന്നിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ നീൽസിന് ഓർമ്മ തന്നെയില്ല. ഈ ഒരു പയ്യൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഇതേപോലെ തന്നെ ഒച്ചയൊക്കെ കേട്ടിങ്ങേറ്റ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു ഫിഗറിനെയാണ് ആൾ കണ്ടത്. ഒരു ഷാഡോ പോലത്തെ ഒരു സംഭവം, ചുവന്ന കണ്ണുള്ള ഒരു സംഭവം. ആ സംഭവം തങ്ങളെ നോക്കുന്നതായിട്ടാണ് ആൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം അതിന് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴും ആൾക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ മിസ്സിങ് ഉണ്ടായിരുന്നു ആൾ പറയുന്നതിൽ. അതായത് ഫുള്ളായിട്ട് ആൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ ഈ ഒരു കേസിൽ പോലീസിന് വൃത്തിക്ക് കിട്ടിയ ഒരു ലീഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 പയ്യന്മാരുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് അവിടെ മീൻ പിടിക്കാനായിട്ട് രാവിലെ തന്നെ 2 പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ആ പയ്യന്മാർ വന്ന സമയത്ത് അവരിങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്ലോണ്ട് ഹെയർ ഉള്ള ഒരാൾ ആ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ അവിടെ നിന്ന് ഓടി പോകുന്നത് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പോലീസിൻ്റെ അടുത്ത് പറയാണ് ഇവിടെ ഇങ്ങനെ മർഡർ നടന്നതൊക്കെ
അറിഞ്ഞതിന് ശേഷം ഇവർ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവർ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് ആളുടെ സ്കെച്ചൊക്കെ വരയ്ക്കുകയാണ്. അതിന് ശേഷം മീഡിയയിലും മറ്റൊക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പോലീസിന് ഒരുപാടധികം കോൾസ് വരികയാണ്. അയാൾ ഇവിടെ കണ്ടു, അയാളെ മറ്റോടത്ത് കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പോലീസുകാർ ഇത് ഓരോന്നും വെരിഫൈ ചെയ്യുമ്പോഴും അത് കില്ലറുമായിട്ട് യാതൊരു ലിങ്കുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. കാരണം അയാളുടെ ആ ഒരു ഫോട്ടോയും ഫിഗറും ഒക്കെ ഫിൻലാൻഡിലുള്ള ഒരുപാടധികം ആളുകളുടെ മുഖച്ചായുള്ളൊരു ഫിഗറായിരുന്നു. അതുകൊണ്ട് തന്നെ അതങ്ങ് കറക്റ്റായിട്ട് സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർ ഇതേപോലെ ഒരാളെ കണ്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ പോലീസുകാർ അതിൻ്റെ പിന്നാലെ പോയി നോക്കുമ്പോൾ അയാളല്ല. അങ്ങനെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ക്രൈം സീനിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് ഹാൻസ് ഹൗസ്മാൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര വയറുവേനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ നല്ല രീതിയിൽ ഡ്രങ്ക് ആയിരുന്നു. അതേപോലെ തന്നെ ആളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡേർട്ടി ആയിരുന്നു. ഫുള്ള് ചെളിയും അതും ഇതും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആളുടെ ദേഹത്തുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്കെച്ച് പോലെയും ആളുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾ വേറെ എവിടെ നിന്നോ എന്തൊക്കെയോ കഴിഞ്ഞ് ഓടി വന്നേക്കുന്നതാണ് എന്നുള്ളൊരു തോട്ടിലോട്ട് ഈ ഡോക്ടേഴ്സ് എത്താണ്. അവരുടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസുകാർ നേരെ എത്തി അയാളെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ആളുടെ അലബേ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതായത് ആ ഒരു ക്രൈം സീൻ്റെ അവിടെ നിന്ന് ഏകദേശം 10-25 കിലോമീറ്ററിന് മേലെയുള്ള ആളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ആൾ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഗേൾ ഫ്രണ്ടും അത് കൺഫേം ചെയ്യാണ്. പിന്നെ ഗേൾ ഫ്രണ്ടിൻ്റെ സിബ്ലിങ്ങും അവിടെ ഉണ്ടായിരുന്നു, ആളുടെ പാർട്ട്ണറും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും അത് കൺഫേം ചെയ്യാണ്. അപ്പോൾ പിന്നെ പോലീസിന് അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇയാളുടെ അടുത്തുനിന്ന് ഒരുപാടധികം കൺഫ്യൂഷൻസ് പോലീസിന് ഉണ്ടാവുകയാണ് കേട്ടോ. അതായത് ഇയാൾ നാസി പാർട്ടിയിലത്തെ മെമ്പറാണെന്ന് ആൾ പറയാണ്. അതേപോലെ തന്നെ ആൾ റഷ്യൻ സോൾജിയറാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ആൾ പറഞ്ഞു. പിന്നെ ആൾക്ക് എന്തോ സ്ഥിരത ഇല്ല എന്നുള്ളൊരു നിലയ്ക്ക് തന്നെ പോലീസുകാർക്ക് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അപ്പോഴത്തേനുമാണ് ഈ കുടുംബക്കാർ വരുന്നതും അതേപോലെ തന്നെ ഗേൾ ഫ്രണ്ട് ഈ ഒരു കറക്റ്റായിട്ട് ആളെവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതും. അങ്ങനെ അതും എങ്ങോട്ടും എത്തിയില്ല. പിന്നെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ ലീഡും ഏകദേശം ആ ഒരു സിറ്റുവേഷനിലോട്ട് തന്നെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇവർക്ക് ആരെങ്കിലും സംശയം തോന്നും, അവരുടെ പിന്നാലെ പോകും. പിന്നെ ആൾക്കും ആ ഒരു ക്രൈമുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 4000-ലേറെ ആളുകളെ പോലീസുകാർ ഈ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിലൊന്നും എങ്ങോട്ടും എത്തിയില്ല. അങ്ങനെ ഈ ഒരു കേസ് ഭയങ്കര കോൾഡായിട്ട് പോവാണ്. പിന്നെ 44 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് 44 വർഷങ്ങൾക്ക് ശേഷം 2004 ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് പോലീസ് നടത്തുമായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നീൽസാണ് 3 തൻ്റെ ഫ്രണ്ട്സിനെയും കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ പേരിൽ അയാളെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് ആൾക്ക് 62 വയസ്സായിരുന്നു പ്രായം. ആളൊരു ഡ്രൈവറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് സമാധാനപരമായിട്ടായിരുന്നു ആൾ ജീവിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാളാണ് കില്ലർ എന്ന് പോലീസുകാർ പറയുന്നത്? അപ്പോൾ അതിൻ്റെ ആ കാരണങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം, അതായത് ആ ഒരു മർഡർ നടക്കുന്ന അന്ന് രാത്രി ഇവർ ടെൻഡ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു സ്ത്രീ 2 പയ്യന്മാർ ആർഗ്യൂ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സൗണ്ട്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്തോ വൻ അടി നടക്കുന്നതിൻ്റെ സൗണ്ട്സ് കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നത് ഇവർ രണ്ടുപേരുമാണ് അന്നത്തെ ദിവസം ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് നീൽസും സെപ്പോ. അതിൻ്റെ കാരണമായിട്ട് പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് രാത്രി ഇവർ ടെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്നും കുറച്ച് ദൂരം മാറിയിട്ട് ഒരു സ്ത്രീ ഇതേപോലെ തന്നെ കുറച്ച് സൗണ്ട്സും കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. 2 പയ്യന്മാർ തമ്മിൽ വല്ലാത്ത രീതിയിൽ ആർഗ്യൂ ചെയ്യുന്നതിൻ്റെ സൗണ്ട്സ് ആയിരുന്നു അവർ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആർഗ്യൂ ചെയ്തതിൻ്റെ റീസൺ എന്തായിരിക്കുമെന്ന് പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ സെപ്പോ നീൽസിൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഈ ഗേൾ ഫ്രണ്ട് തിരിച്ചും ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ പയ്യനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ അടിയായിരുന്നിട്ടുണ്ടായതായിരിക്കാം. എന്നിട്ട് ആ ഒരു ദേഷ്യത്തിലായിരിക്കാം ഇവരെല്ലാവരെയും കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നീൽസിൻ്റെ ഗേൾ ഫ്രണ്ടിനെയാണ് വളരെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 15ഓളം കുത്തുകൾ അവർക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള 2 പേരെയും ടെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു ഫാബ്രിക്കിൻ്റെ ഉള്ളിലൂടെ ആയിരുന്നു കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഈ 3 പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ പയ്യൻ നേരെ അവിടെ നിന്ന് 500 മീറ്റർ നടന്നു പോയിട്ട് ആളുടെ ഷൂ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു റീസൺ, അതായത് അത് അങ്ങനെ ആയിരിക്കും എന്ന് പറയാനുള്ള ഒരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഷൂവിൻ്റെ അകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നില്ല, പുറത്ത് മാത്രമേ ബ്ലഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ 3 പേരുടെയും ബ്ലഡ് സാമ്പിൾസേ ആ ഒരു ഷൂമൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു നീൽസിൻ്റെ ബ്ലഡ് സാമ്പിൾസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പയ്യൻ തിരിച്ചു വന്നതിന് ശേഷം
എന്താ പറയുക, സ്വന്തമായിട്ട് ദേഹത്ത് അത്തരത്തിലുള്ള അപകടം വരുത്തി വെച്ചതായിരിക്കാം. അതായത് തലയും കൈയും കാലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവാം, എന്നിട്ട് അവിടെ കിടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു ഇതിലാണ് പോലീസുകാർ അങ്ങനെയുള്ളൊരു എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നീൽസിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ആളുടെ 18ാമത്തെ വയസ്സിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നു വീണ്ടും പറഞ്ഞത്. അന്നത്തെ ദിവസം നടന്ന എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ഓർമ്മയില്ല. എനിക്ക് ആകെ ഓർമ്മ ഉള്ളത് ചുവന്ന 2 കണ്ണുള്ള എന്തോ ഒരു രൂപം ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ള കാര്യം ആൾ തീർത്ത് പറയാണ്. കോടതിക്കും ആൾ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ വെറുതെ വിടുകയായിരുന്നു. അതേപോലെ തന്നെ ആളുടെ മാനസികമായിട്ട് ആളെ ബുദ്ധിമുട്ടിച്ചതിന് വലിയൊരു കോമ്പൻസേഷൻ ആൾക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം തിയറീസും കാര്യങ്ങളും ഇൻ്റർനെറ്റിലും പല സ്ഥലങ്ങളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ലേക്ക് ബോർഡം മേഡേഴ്സ് എന്നുള്ള പേരിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡോക്യുമെൻ്ററീസും അതേപോലെ തന്നെ പല 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 കാര്യങ്ങളും ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പറയുന്ന വേറെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻസ് എന്ന് പറയുന്ന ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് ആളുടെ അലബൈ സ്ട്രോങ് ആയിരുന്നത് കാരണം ആളെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആൾ തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള മേർഡർ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ളവർ അയാളെ രക്ഷപ്പെടുത്തിയതായിരിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ മരിച്ച 3 ടീൻസിൽ ഒരാളുടെ ഫ്യൂണറലിൽ ഇതേപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫ്യൂണറൽ ഫോട്ടോയിൽ ഒരാളുണ്ട്. ആളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ആരാണെന്നുള്ളത് അന്ന് ഫ്യൂണറലിൽ വന്ന ആർക്കും അറിയില്ല. പക്ഷേ ആളുടെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവർ ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അയാളാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയിട്ട് ആ ഒരു ഫ്യൂണറലിൻ്റെ ഇടയിൽ വന്നത് എന്നുള്ള രീതിയിലുള്ള തിയറികളുണ്ട്. ഇയാൾ തന്നെയാണ് ഹാൻസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ തിയറീസ് ഉണ്ട്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാടധികം ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു തിയറി എന്താണെന്നുള്ളത് നമുക്കിനി നോക്കാം. അത് 55 വയസ്സുള്ള കാൾ വോൾഡിമർ ഗിൽസ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഒരു കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെട്ടിക്കട നടത്തിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ, ആ സ്ത്രീയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇയാളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആൾ പറഞ്ഞ പോലെ തന്നെ പിയറടിയും കാര്യങ്ങളും പ്രശ്നം ഉണ്ടാക്കലും ഒക്കെയാണ്. അതേപോലെ തന്നെ വെറുതെ അവിടെ ക്യാമ്പ് ചെയ്യാൻ വരുന്ന പിള്ളേരുടെ മെക്കെട്ട് കയറുന്നത് ഇയാളുടെ ഒരു ഹോബി ആയിരുന്നു. അതായത് രാത്രി പിള്ളേർ ക്യാമ്പ് ചെയ്ത് കിടന്നുറങ്ങുന്ന സമയത്ത് പോയിട്ട് ടെൻറ്റൊക്കെ ആൾ കട്ട് ചെയ്ത് നിലത്തിടും. അതേപോലെ തന്നെ കത്തിയോ കാണിച്ചിങ്ങായിട്ട് ഇവരെ പേടിപ്പിക്കും. അതേപോലെ തന്നെ ഇവരെ കുത്താൻ നോക്കും. ഒരു തവണ ഒരു ഗണ്ണെടുത്തിട്ട് എന്താ പറയുക ഒരു മോപ്പിട്ടിൽ പോകുന്ന ക്യാമ്പ് ചെയ്യാൻ വന്നൊരു പയ്യൻ്റെ മേൽക്ക് ഇയാൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മേത്ത് കൊണ്ടില്ല. എന്നാലും ഇങ്ങനെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരാളായിരുന്നു ഇയാൾ. പല സമയത്തും ആ കുട്ടികളെ, അതായത് എല്ലാന്നുണ്ടെങ്കിൽ വലിയൊരായിക്കോട്ടെ അവിടെ ക്യാമ്പ് ചെയ്യാൻ വരുന്ന ആളുകളെ ആക്രമിക്കുന്നത് ഇയാളുടെ ഒരു പതിവ് സ്വഭാവമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മേർഡറും കാര്യങ്ങളൊക്കെ നടന്ന ആ ഒരു ടൈമിൽ പോലീസുകാർ നേരെ ചെന്നിങ്ങായിട്ട് അവിടെയുള്ള ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു കാളിൻ്റെ പേരാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയുള്ള ക്രൈമും കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടാവും, ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവും, നിങ്ങൾ കാളിനെ പോയി ഇങ്ങായിട്ട് നോക്കിക്കോ, അയാൾ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ, ഞങ്ങൾക്ക് എല്ലാവരും അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ആ ഒരു കിയോസ്ക് ലേഡിയുടെ അടുത്ത് ചെല്ലുകയാണ്. അതായത് ആ ഒരു പെട്ടിക്കട നടത്തിയിരുന്ന ആ ഒരു സ്ത്രീയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോൾ കാൾ അവിടെ ഉണ്ടായിരുന്നില്ല, ആ സ്ത്രീ മാത്രമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാത്രി കാളും താനും അതേപോലെ തന്നെ തങ്ങളുടെ കുട്ടിയും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്, അന്നാൾ പുറത്ത് പോയിട്ടേ ഇല്ല എന്നുള്ളൊരു കാര്യം അവർ പറയാണ്. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. പിന്നെ അയാളെ എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യുകയെ അയാളെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് എന്താ പറയുക ട്രാക്ക് ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇയാളുടെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളും ആളുടെ ഒരു സുഹൃത്തും കൂടെയും ഇതേപോലെ തന്നെ അവിടെ ഒരു ലേക്കിൻ്റെ കരയിലിരുന്ന് ഇങ്ങായിട്ട് ബിയർ അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാള് ആ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ, ഞാനാണ് അവരെല്ലാവരെയും കൊന്നത്. യെസ്, ആ ഒരു പിള്ളേരെ മുഴുവൻ കൊന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് കേട്ട സുഹൃത്ത് ആകെപ്പാടം ഞെട്ടിപ്പോയി. എന്നിട്ട് ആ ഒരു സുഹൃത്ത് ഇയാളുടെ അടുത്ത് പറഞ്ഞു, നീ ചെയ്തെന്തായാലും അങ്ങനെ നീയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ചെറ്റത്തരാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പുഴയെ മുങ്ങിച്ചാവണം, അതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ പിറ്റേ ദിവസം ഈ ഒരു കാളിനെ എവിടെ നിന്നാണ് കണ്ടെത്തിയെന്നുള്ളത്? ആ ഒരു പുഴയെന്നായിരുന്നു. മേ ബി ആ ഒരു ഗിൽറ്റ് ഫീൽ കൊണ്ടാണോ, പിന്നെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളതെങ്ങനെ ചെയ്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം ആളുടെ ബോഡിയാണ് ലേക്കിൻ്റെ അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതും ഈ കുട്ടികൾ ക്യാമ്പ് ചെയ്തിട്ട് അവർ നീന്താനൊക്കെ ഇറങ്ങിയിരുന്ന ആ ഒരു സ്ഥലമില്ലേ, ഏകദേശം ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയായിരുന്നു ആളുടെ ബോഡിയും കിട്ടിയിട്ടുണ്ടായത്. മേ ബി കാളിൻ്റെ വൈഫിന് ആളെ സ്വഭാവത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ആ കുട്ടികളെ അവർ ഇതേപോലെ തന്നെ ആട്ടി ഓടിച്ചത്. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ മേ ബി അവർ വാൺ ചെയ്യാനായിട്ട് ശ്രമിച്ചതായിരിക്കാം, ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിട്ട്. അങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രത്തോളം ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണ്?
എന്തായിരിക്കാം അവർക്ക് അന്നത്തെ ദിവസം സംഭവിച്ചിട്ടുണ്ടായത്? അതേപോലെ തന്നെ ആ ചുവന്ന കണ്ണുള്ള കൊലപാതകി ആരാണ്? ഈ പയ്യന് എന്താ പറയുക, ആ ഒരു ട്രോമയെന്ന് തോന്നിയതാണോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാള് തന്നെയാണോ? അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ്സ് ആണോ? അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊന്നുമല്ലാത്ത വേറെ ആരെങ്കിലും ആയിരിക്കുമോ? എന്തൊക്കെയാണ് നിങ്ങളുടെ തോട്ട്സ് എന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.